കണ്ണൂർ മുഴപ്പിലങ്ങാട് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മരിച്ച നിഹാലിന്റെ ഖബറടക്കം ഇന്ന് നടക്കും. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് അല്പസമയത്തിനകം വിട്ടു നൽകും. തലശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹം ഇപ്പോഴുള്ളത്. വിദേശത്ത് നിന്ന് നിഹാലിന്റെ പിതാവ് ഇന്ന് നാട്ടിലെത്തും. പ്രദേശത്ത് അലഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കളെ പിടികൂടി തുടങ്ങി. ഇന്നലെ വൈകിട്ടാണ് നിഹാലിനെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചു കൊന്നത്. ആളൊഴിഞ്ഞ വീട്ടിൽ കളിക്കാനെത്തിയപ്പോൾ നിഹാലിനെ നായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു. ഇന്നലെ സ്പോട്ടിലുണ്ടായിരുന്നു. ഇന്നലെ കണ്ണുണ്ടായ തൊട്ടേ മൊത്തം തെരച്ചിലായിരുന്നു. വാർഡിലെ എല്ലാ സ്ഥലങ്ങളും ഓവടക്കം സെർച്ച് ചെയ്തിരുന്നു. അത് കുട്ടിക്കധികം സൗണ്ട് വരാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വളരെ വേദനാജനകമായൊരു സംഭവമാണ്. അടുത്ത ബന്ധമാണ്. എന്താവശ്യത്തിനും വിളിക്കലുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ഈ ഒരു വിഷയം ഇവിടെ കുറച്ചായിട്ടുണ്ട്, തെരുവുനായൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മളത് ഭരണസമിതിയിലടക്കം കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഈ ഒരു ഭാഗത്താണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭരണസമിതിയിൽ കുറേ പ്രാവശ്യം പറഞ്ഞ അവസാനം ABC-ക്ക് പൈസ വെച്ചതാണ്. അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏകദേശം 4 മാസം കഴിഞ്ഞു. അത് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ അപ്ഡേഷന് വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ടുള്ളൊരു മറുപടി, വ്യക്തമായിട്ടുള്ളൊരു മറുപടി കിട്ടിയിട്ടില്ല. ഞായറാഴ്ച 5 മണിയോടെയാണ് കുട്ടിയെ കാണാതായത്. കുട്ടിയെ പൊതുവേ റൂം പൂട്ടിയിടലാണ്. കുട്ടി അങ്ങനെ കൂടുതലൊന്നും പുറത്തു പോകാറില്ല. അഥവാ ഗേറ്റ് തുറന്നിട്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അടുത്തുള്ള വീടുകളിൽ ഉണ്ടാവും. പക്ഷേ ഇത് ഇത്രയും ദൂരം ഏകദേശം 300 മീറ്ററോളം അകലെയുള്ള ഈ വീടിൻ്റെ ഭാഗത്ത് നടന്ന് വന്നതാണ് സാധ്യത. ഭിന്നശേഷി ഉള്ള കുട്ടിയതായ കാരണം ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്ന് പരിചയമുണ്ടല്ലോ കുട്ടിക്ക്. ഊനാല ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ആടെ വരുത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ തെരുവ് നായ്കൾ കൂട്ടമായിട്ട് കുട്ടിയെ ആക്രമിച്ചിട്ട് അത്ര ഒരു നമ്മുടെ 8:30 മണിക്കാണ് ഇത് കാണുന്നത്. കുട്ടിയെ കാണാതെ 5 മണിക്ക് ശേഷം കാണാതെ വ്യാപകമായ തെരച്ചിൽ എല്ലാവരും നാട്ടുകാരും പരിസരവാസികളും എല്ലാ ഭാഗത്തും തെരച്ചിൽ നടത്തി. ഒടുവിലാണ് ഇവിടെ നായിൻ്റെ കരച്ചിലും മറ്റുമൊക്കെ കേട്ടിനെന്നുള്ള ഒരു സൂചനയിലാണ് ഈ വീട്ടിൻ്റെ അകത്ത് എല്ലാവരും വന്ന് നോക്കുന്നത്. അപ്പോൾ വളരെ ദാരുണമായ ഒരു രീതിയിലാണ് കുട്ടിയെ കാണാൻ കഴിഞ്ഞത്. പിന്നീട് എടക്കാട് പോലീസ് വിവരം അറിയിച്ചപ്പോൾ പോലീസ് വന്ന് ആംബുലൻസും കൊണ്ടുവന്ന് കുട്ടിയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നായ്ശല്യം ഇവിടെ വളരെ രൂക്ഷമാണ്. മുഴപ്പിലങ്ങാട് എന്നല്ല, ഈ എടക്കാട് മുഴപ്പിലങ്ങാടെല്ലാം വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ 3 മാസം മുമ്പ് എടക്കാട് ബീച്ചിൽ വന്ന ടൂറിസ്റ്റുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ട് അതിൽപ്പെട്ട 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ട് ആ കുട്ടികളെയും കൊണ്ട് ഇവിടെയുള്ള പൊതുപ്രവർത്തകരെല്ലാം കളക്ടറേറ്റ് ഓഫീസിൽ പോയിരുന്നു. കളക്ടറെ കണ്ടിട്ട് ഈ സംഭവം പറഞ്ഞ് കളക്ടർ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത പ്രദേശമാണ് എടക്കാട് ഉസ്സമുക്കിലെല്ലാം നിരവധി ആളുകളെ തെരുവ് നായ്കൾ കടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. രാത്രിയോ പകലോ പുറത്തിറങ്ങില്ല. ഇപ്പോൾ മദ്രസയിലോ സ്കൂളിലോ ഉള്ള കുട്ടികളെ രക്ഷിതാക്കന്മാർ കൈപിടിച്ചിട്ട് കൊണ്ടുപോക്കാണ്. ആരെ ഒറ്റക്ക് വിടാറില്ല. ഇത്തരം ഭയം കാരണം. നമ്മൾ ഫസ്റ്റ് ഒരു തെരച്ചിൽ നടത്തിയിട്ട് പോയതാണ്. ഫോണിൻ്റെ വിളിച്ചായതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത് പിന്നെ തൊട്ടടുത്ത വീട്ടുകാർ പിന്നെ നായിൻ്റെ സൗണ്ട് നല്ലോണം കേട്ടിനി, കടി ചെയ്യുന്ന പോലത്തെ സൗണ്ട് കേട്ടിനെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പിന്നെ ടോർച്ചിലെടുത്ത് കണ്ടപ്പോഴാണ് കാണുന്ന സംഭവം. കുട്ടി ഈ ഭാഗത്തുള്ള ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ കുറച്ച് ദൂരെ വരെ സാധാരണ ഈടാകുമ്പോഴത്തേക്ക് അവനെ പാടുന്ന വീട്ടിൽ നിന്ന് പിന്നെ പാഞ്ഞു കഴിഞ്ഞാൽ ഈടാകുമ്പോഴത്തേക്ക് കിട്ടലുണ്ട്. ഈ തൊട്ടടുത്ത വീട്ടുകാർക്കെല്ലാം പരിചയമില്ലാണ്. അപ്പോൾ ഇങ്ങനെ പായുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർ വീട്ടിലിരുത്തിയിട്ട് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ വീട്ടിലായി കൊടുക്കല. സാധാരണ നമ്മൾ മദർസ ഉണ്ട് 6 മണിക്ക്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ കുറേ വീടുകൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഇത് സ്ഥിരമായിട്ട് നിൽക്കൽ. അപ്പോൾ അവിടുന്ന് കുറേ ഒച്ചപ്പാടൊക്കെ ആക്കലൊക്കെ ഉണ്ട്. പിന്നെ മദർസ വിട്ട് വരുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഓടിക്കലുണ്ട്. പിന്നെ അവിടെ ഒരു ഗ്രൗണ്ടും ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് ഓടിക്കലൊക്കെ ഉണ്ട്. നമ്മളൊക്കൊരു മോനെ നഷ്ടപ്പെട്ട് കെട്ടിനകത്തിൻ്റെ ഏത് കോണിലായാലും ഓനെ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതീക്ഷ ഇല്ലാണ്ടായി. ഈ ഒരു സംഭവത്തോടെയെങ്കിലും അധികാരികൾ ഉണരട്ടെ എന്നാണ്
എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെന്ന് വെച്ചാൽ ഓൻ ഏത് ഭാഗത്ത് പോയാലും നമ്മളെ കണ്ണിപ്പെടാറുണ്ട്. ഏത് മൂലയിലായാലും ഏത് ഭാഗത്തു നിന്നായാലും ആ ഭാഗത്തായാലും ഈ ഭാഗത്തായാലും ഓൻ ഓടി എത്താറുണ്ട്. എങ്ങനെയെങ്കിലും ആരെങ്കിലും അറിയിച്ചിട്ട് കൂട്ടിപ്പോയി. ഒന്നാമത് ശബ്ദം പോലും പുറത്ത് വരാൻ പറ്റാത്തൊരു രീതിയിലുള്ള അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ പിന്നെ ആ മോൻ്റെ വിയോഗം കെട്ടിനകത്തിൻ്റെ തീരാ ദുഃഖമാണ്. ഇപ്പോൾ SDPI പ്രവർത്തകർ ഇവിടെ മാർച്ച് നടത്തുന്നുണ്ട്. ഈ നായകടിയേറ്റ് കുട്ടികൾ മരിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, കുട്ടി മരിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മാർച്ച്. ദൃശ്യങ്ങളാണ് കാണുന്നത്. സമയത്താണ് മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നമ്മൾ ഈ പ്രതിഷേധ പരിപാടിയായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എനിക്ക് മുമ്പുള്ളവരൊക്കെ സംസാരിച്ചതുപോലെ മാസങ്ങൾക്ക് മുമ്പ് നാം ഇവിടെ ഒരു ധർണ സംഘടിപ്പിക്കുകയുണ്ടായി. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ കണ്ണു തുറക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിലുള്ള തെരുവുനായ ശല്യത്തിനെതിരെ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഇന്ന് ഈ അതിദാരുണമായ സംഭവം, ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ബന്ധപ്പെട്ടവർ കണ്ടിരുന്നെങ്കിൽ ഇന്ന് ഈ സമരപരിപാടിയോ നമ്മളിൽ നിന്നും നിഹാൽ മോൻ മരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി, എന്നെ പോലെയുള്ള ആ സഹോദരി, ആ കുഞ്ഞിന്റെ ഉമ്മയുടെ അവസ്ഥ ഇതുപോലെ ഒരുപാട് മരണത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും നിരവധി തവണ തെരുവ് നായ്ക്കളുടെ ശല്യം നമ്മുടെ പഞ്ചായത്തിൽ പല ഭാഗങ്ങളിലായി ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണസമിതി മനു ഭരതും ഐശ്വര്യയും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം മനുവിലേക്ക്. മനു, അതിദാരുണമായ സംഭവമാണ്. ഈ പ്രദേശം നേരത്തെ തെരുവുനായ ആക്രമണത്തിന്, തെരുവുനായകളുടെ വലിയ കൂട്ടത്തിന് ഖ്യാതി കേട്ട സ്ഥലം കൂടിയാണ്. വേണ്ടത്ര ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ മരണം വേണ്ടി വന്നു. ഇപ്പോൾ തെരുവുനായകളെ പിടിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും ആരംഭിക്കാൻ. ഈ മരണത്തിന് ശേഷം അവിടെയുള്ള സാഹചര്യം എന്താണ് മനു? ഇപ്പോൾ ഈ തെരുവുനായ്ക്കൾ അലഞ്ഞുതിരിയുന്ന തെരുവുനായ്ക്കളെ പിടിക്കാനുള്ള നീക്കം തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് നിരന്തരം ഈ വിഷയം അവിടെ ശ്രദ്ധയിൽ വന്നിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ മുഴപ്പിലങ്ങാട് മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ മുഴുവനായും ഈ തെരുവ് നായ്ക്കളുടെ പ്രശ്നവും അത് ഈ കുട്ടികളെ ആക്രമിക്കുന്ന സംഭവവും എല്ലാ ദിവസങ്ങളിലും എന്ന പോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ മുഴപ്പിലങ്ങാട് തന്നെ അവിടെ എത്തിയ മറ്റ് സംസ്ഥാനത്തു നിന്നെത്തിയ ടൂറിസ്റ്റുകളെ, ഈ അവരുടെ കുട്ടികളെ ഒക്കെ ഈ തെരുവുനായ ആക്രമിച്ചു. അത് അന്ന് വലിയ തോതിൽ ഒരു പരാതിയായി തന്നെ അവിടുത്തെ പൊതുപ്രവർത്തകരും ഒക്കെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വെച്ചതാണ്. പക്ഷേ അതിന് ഒരു പരിഹാരം അന്ന് കാണാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് വേണമെങ്കിൽ പറയാം, ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നു. ഇത് ഇവിടെ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല. നേരത്തെ നമുക്ക് പാനൂരിലും അതുപോലെ ചമ്പാടുമൊക്കെ ഈ കുട്ടികൾക്ക് നേരെ നായ ആക്രമണം നടത്തുന്നു. ഇവിടെയും സംഭവിച്ചത് ഒരു സാധാരണ ആക്രമണം പോലുമല്ല. ഈ കുട്ടിയെ ആക്രമിച്ചതിന് ശേഷം അവിടെ ഇത് കണ്ട ആളുകൾ പറഞ്ഞത് അരയ്ക്കു താഴെ നായ കടിച്ചു പറിച്ച അവസ്ഥയിലായിരുന്നു. കുട്ടിയുടെ തുടയെല്ല് പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥിതിയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രമാത്രം ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് ഇതിനാണ് അവിടെ ജനങ്ങൾ സാക്ഷിയായത്. കുട്ടിയും എത്രമാത്രം ഭയന്നിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു കൂട്ടം നായ്ക്കൾ ഈ കുട്ടിക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഓട്ടിസവും മറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സംസാരിക്കാനൊക്കെ പ്രയാസമുള്ളൊരു കുട്ടി എന്ന നിലയിൽ ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാതെ ഭയന്ന് വിറച്ചു പോയിരിക്കണം ഈ കുട്ടി എന്നാണ് അനുമാനിക്കുന്നത്. കാരണം ഇതിന് ദൃക്സാക്ഷികളൊന്നുമില്ല. പക്ഷേ ഒരുപക്ഷെ ഈ നായക്കൂട്ടം ഓടിച്ചായിരിക്കും ഈ ആളില്ലാത്ത വീട്ടിലേക്ക് കുട്ടി രക്ഷപ്പെടാൻ വേണ്ടി പോയതായിരിക്കാം. എങ്ങനെയാണ് ഈ കുട്ടി അവിടെ എത്തിയത് എന്നതിന് സംബന്ധിച്ചൊന്നും വ്യക്തതയില്ല. പക്ഷേ വീട്ടിനടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ്. കുട്ടി കളിക്കാനായി പുറത്തിറങ്ങിയ ഘട്ടത്തിലാണ് ഈ നായ്ക്കളുടെ ആക്രമണവും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 5 മണിയോടുകൂടി കുട്ടി കാണാതാവുകയാണ്. പിന്നീടാണ് ഈ നാട്ടുകാരും അതുപോലെ ബന്ധുക്കളും എല്ലാം ചേർന്ന് കുട്ടിയെ അന്വേഷിക്കുന്നത്. ഒടുവിൽ ഈ നായ്ക്കൾ പുറത്തു വരുന്നത് കണ്ടാണ് സംശയം തോന്നി ചിലർ ഈ ആളൊഴിഞ്ഞ വീട്ടിനകത്തേക്ക് കയറി നോക്കുകയും അവിടെ കുട്ടി ഇങ്ങനെ അവശനിലയിൽ അല്ലെങ്കിൽ ബോധരഹിതനായി കിടക്കുന്നതിൻ്റെയൊക്കെ കാണുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് മനു തുടരുക. പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെറിയ സംഘർഷമുണ്ട്.
ഇപ്പോൾ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂരിൽ നടക്കുകയാണ്. അല്പം സംഘർഷമുണ്ടായെങ്കിൽ പോലും ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. പ്രവർത്തകർ ഈ കുട്ടിയുടെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധം വിവിധ പാർട്ടികളുടെ പ്രവർത്തകർ അവിടെ നടത്തുന്നു. ഐശ്വര്യ അനിലുണ്ട്. ഐശ്വര്യ, ഈ സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തിയ പദ്ധതിയാണ് ABC പദ്ധതി അടക്കം. തെരുവ് നായ്ക്കളെ പിടികൂടുമെന്ന് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. പക്ഷേ ഇത്തരം വാർത്തകൾ വരുമ്പോൾ മാത്രം വീണ്ടും ഇതിലേക്ക് കടക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അവസാനിക്കുന്നു. നിരവധിയായ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരം പദ്ധതികൾ തെരുവ് നായ്ക്കളെ വന്ധ്യീകരിക്കാനുള്ള കാര്യങ്ങൾ അടക്കം എന്തുകൊണ്ടാണ് തടസ്സപ്പെടുന്നത്? അതിൽ സർക്കാരിന്റെ വിശദീകരണം എന്താണ്? രഞ്ജിത്ത്, നിലവിൽ സർക്കാർ അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. കാരണം കഴിഞ്ഞ നിയമസഭ ചേരുമ്പോഴൊക്കെയും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുകയും അതിന്റെ കണക്കുകൾ പരിശോധിക്കുകയും തുടർന്ന് സർക്കാർ വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം പിന്നീട് ഈ പദ്ധതിക്കും ഒപ്പം തന്നെ വാക്സിനേഷൻ നൽകുന്നതിനുമൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം ഈ ABC ഒരു തീവ്ര യജ്ഞമായി നടത്തുകയും 1 മാസം നീണ്ട തീവ്ര യജ്ഞമായി സർക്കാർ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ആ പദ്ധതി ഫോളോ അപ്പ് ചെയ്തില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയരുന്നത്. സ്വാഭാവികമായും ABC പദ്ധതി ഒരു തീവ്ര യജ്ഞമായി നടത്തിയതിനു ശേഷം പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്യേണ്ടിയിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അതിൽ സർക്കാർ മേൽനോട്ടം വഹിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സർക്കാരിന് ആ മേൽനോട്ടം വഹിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിയെങ്കിലും ഒരു അടിയന്തര നടപടി വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉയരുന്നത്. രഞ്ജിത്ത്, ഏതായാലും സർക്കാരിനെതിരെ വലിയ വിമർശനമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടപ്പിലാക്കാവുന്ന പദ്ധതിയായിരുന്നു. തദ്ദേശ സ്വയംഭരണ മന്ത്രി പറഞ്ഞത് പ്രാദേശികമായ ബുദ്ധിമുട്ടുകൾ കാരണം ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ട്, പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷെ അപ്പോഴും വീണ്ടും വീണ്ടും മരണങ്ങൾ സംഭവിക്കുന്നു, കുഞ്ഞുങ്ങൾ മരിക്കുന്നു. ഇവിടെ 11 വയസ്സുകാരനാണ് സംസാരശേഷിയില്ലാത്ത കുട്ടി, ഭിന്നശേഷിക്കാരനായ കുട്ടി മരിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുമ്പോൾ വലിയ പ്രതിഷേധം ഈ മേഖലയിൽ ഉയരുന്നുണ്ട്. മനു, അതുതന്നെയാണ് കാരണം കണ്ണൂർ നേരത്തെയും സമാനമായ തരത്തിലുള്ള ആക്രമണങ്ങൾ സംഭവിച്ച ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും തെരുവ് നായ്ക്കളുടെ വലിയ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാകുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായി കാണാം. പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ജനരോഷം ഈ ഭരണകൂടങ്ങൾക്കെതിരെയാകുന്ന സാഹചര്യം ഒരുങ്ങുകയല്ലേ? അതെ, സ്വാഭാവികമായും ഈ വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് വളരെ രൂക്ഷമായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പാനൂരിൽ 1.5 വയസ്സുകാരന് കടിയേറ്റ സംഭവം അത് എല്ലാവരും ഞെട്ടിപ്പോയതാണ്. കാരണം ഒരു കുഞ്ഞ് 1.5 വയസ്സ് മാത്രം വീടിന് മുന്നിൽ നിൽക്കുന്നു. അമ്മ ഒന്നകത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും നായ കടിച്ച് അവശനാക്കിയിരിക്കുന്ന അവസ്ഥ, ചെവിയിലും കണ്ണിലും മൂക്കിലുമൊക്കെ കടിച്ച് ഒടുവിൽ കുട്ടിയെ പെട്ടെന്ന് തന്നെ ഈ ICUവിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. അതേപോലെ തന്നെയാണ് ഈ ചമ്പാട്, അവിടെ സ്കൂളിൽ പോയി മടങ്ങുകയായിരുന്ന ഒരു 5ാം ക്ലാസ്സുകാരന് നേരെയാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. അവിടെ ഈ കുട്ടിയുടെ കയ്യിൽ നിന്നുള്ള മാംസം നായ കടിച്ച് പറിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം പിന്നീട് പ്ലാസ്റ്റിക് സർജറി പോലെയൊക്കെ ചെയ്താണ് ഇത് ചികിത്സ നടത്തിയത്.
അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം തുടരെ ഉണ്ടാകുന്നു. മുഴപ്പിലങ്ങാട് തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടൂറിസ്റ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി, അവിടെ നടക്കാനിറങ്ങിയ കുട്ടികൾക്ക് നേരെ. അപ്പോൾ ഈ ടൂറിസ്റ്റുകൾ രാവിലെ ഈ ബീച്ചിലും പരിസരത്തുമൊക്കെ സ്വാഭാവികമായി അവിടെ എത്തുമ്പോൾ അവർ രാവിലെ അത് ആസ്വദിക്കാനായി പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, കുട്ടികൾ കടിയേൽക്കുന്നു. ഇത് നാട്ടുകാർ പലപ്പോഴായി ഈ അധികൃതരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു പരിഹാരമുണ്ടായില്ല എന്നതാണ് അതിലെ ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈ നിഹാലിൻ്റെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം പൂർത്തിയാകും. പിന്നീട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. അവിടെ അധിക നേരം ഉണ്ടാവില്ലെങ്കിലും ചെറിയൊരു സമയം ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായിട്ടൊരു 10 മിനിറ്റോളം ലഭിക്കും എന്നാണ് മനസ്സിലാകുന്നത്. നിഹാലിൻ്റെ പിതാവും എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഇടക്കാടുള്ള ജുമാ മസ്ജിദിൽ സംസ്കാര ചടങ്ങുകൾ, ഇടക്കാട് മണപ്പുറം ജുമാ മസ്ജിദിൽ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ സമയം കൂടി ഈ പോസ്റ്റ്മോർട്ടവുമായി പൂർത്തിയാകുമ്പോൾ ഒരു ധാരണയിലെത്തും. ഏതായാലും മുഴപ്പിലങ്ങാട് ഈ ഇപ്പോൾ പ്രതിഷേധം ശക്തമാണ്. SDPIയും കോൺഗ്രസും ഒക്കെ അവിടെ പ്രതിഷേധവുമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ക്രൂരമായി കുട്ടി ആക്രമിക്കപ്പെട്ടു എന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഇപ്പോൾ നായ്ക്കളെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഒരു ശാശ്വത പരിഹാരമാണ് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. കാരണം ഈ കുട്ടിയുടെ കാര്യത്തിൽ പോലും തുടയെല്ല് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അരയ്ക്ക് താഴെ ക്രൂരമായ ഒരു ആക്രമണമാണ് നായകളിൽ നിന്ന് കുട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ മാത്രവുമല്ല കുട്ടിയെ അനുഭവിച്ചൊരു വേദന, ഒപ്പമുണ്ടായ ഒരു പ്രാണഭയം എത്രമാത്രമായിരിക്കും നമുക്ക് ഊഹിക്കാൻ. ശരി, മനു ഭാരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഐശ്വര്യ അനിലും വിവരങ്ങൾ നൽകി. മുഴപ്പിലങ്ങാട്ടേത് ദുഃഖകരമായ സംഭവമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലാകെ തന്നെ ഇതൊരു പ്രശ്നമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം MP രാജേഷ് മന്ത്രി ആ വകുപ്പാണ് ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് ചെയ്യാൻ പോകുന്ന നടപടികളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ആ കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്ന കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. തെരുവുനായ വിഷയത്തിൽ കോടതി ഇടപെടൽ വേണമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്